ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഉച്ചാരണം. ഇംഗ്ലീഷിൽ അതിനെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയും. ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഉച്ചരിക്കാൻ ഇച്ചിരി കഷ്ടമാണ്. ഞാൻ ഈ അടുത്ത് എവിടെയോ വായിച്ചൊരു സംഭവമുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം സെർവ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് വെയിറ്റർ എന്ന്. പക്ഷേ അവരെയാണോ വെയിറ്റർ എന്ന് വിളിക്കേണ്ടത്? ശരിക്കും നമ്മളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒഫീഷ്യലായിട്ട് അവരെയാണ് വെയിറ്റർ നമ്മൾ വിളിക്കുന്നത്. അവരെ വേണമെങ്കിൽ സെർവർ എന്ന് പറഞ്ഞ് വിളിക്കാം, ഭക്ഷണം സെർവ് ചെയ്യുന്നയാൾ. പക്ഷെ നമ്മൾ മലയാളികൾക്ക് ആ വെയിറ്ററിനെ വിളിക്കാൻ വേറൊരു പേര് കൂടിയുണ്ട്. നമ്മുടെ ഈ മലയാളികളുടെ ജീവിതശൈലിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചലച്ചിത്രങ്ങളിലൂടെ നമ്മൾ കേട്ട് പരിചയിച്ച ഒരു വാക്കുണ്ട്, അതാണ് സപ്ലയർ. അതുകൊണ്ട് നമ്മൾ മലയാളികൾ കേരളത്തിന് പുറത്തു പോയാലും ഇങ്ങനെ പറയും, ഹേയ് സപ്ലയർ കം ഹിയർ. പക്ഷേ കേരളത്തിന് പുറത്ത് മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ സപ്ലയർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എത്ര സപ്ലൈസ് അറിയാമെന്നത് ഒരു സംശയകരമായ കാര്യമാണ്. വിദേശത്തെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. നമ്മുടെ രാജ്യമായ ഇന്ത്യയെ ആകെ മൊത്തം ടോട്ടലായിട്ട് എടുക്കുന്ന നേരത്ത് നമ്മൾ ഒട്ടും വില കൽപ്പിക്കാത്ത, അധികം പ്രാധാന്യം കൊടുക്കാത്ത ഒരു കായിക വിനോദമുണ്ടല്ലോ, കാൽപന്ത് കളി, ഫുട്ബോൾ. പക്ഷേ നമ്മളെ മലയാളികൾക്ക് കാൽപന്ത് കളി, ഫുട്ബോൾ ഒരു വികാരമാണ്. പ്രത്യേകിച്ച് ബ്രസീൽ, അർജന്റീന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് പാതിരാത്രി 12 മണിക്കാണെങ്കിലും പുലർച്ചെ 3 മണിക്കാണെങ്കിലും ഉച്ചയ്ക്ക് 3:30 അഥവാ രാത്രി 7 മണിക്കാണെങ്കിലും നമ്മളത് കുത്തിയിരുന്ന് കാണും. ഈ അടുത്തുവരെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങുന്നതുവരെ ഈ കളികൾക്കൊന്നും മലയാളത്തിൽ കമന്ററികൾ ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഇംഗ്ലീഷ് കമന്ററികൾ മാത്രമാണ്. അങ്ങനെ നമ്മൾ കേട്ടുപരിചയിച്ച, സ്കൂളിന്റെ പടി പോലും കാണാത്ത എല്ലാ മലയാളികൾക്കും അറിയാവുന്ന കുറച്ച് വാക്കുകളിലൊന്നാണ് പ്ലെയർ. ഈ പ്ലെയർ എന്ന് പറയുന്നത് ഫുട്ബോളിൽ മാത്രമൊന്നുമല്ല കേട്ടോ. ക്രിക്കറ്റിലും ബാസ്കറ്റ്ബോളിലും റഗ്ബിയിലും വോളിബോളിലും എന്ന് വേണ്ട ചെസ്സിൽ പോലും കളിക്കാരനെ പ്ലെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി നമ്മുടെ ഒരുവിധം എല്ലാ മലയാളി കുടുംബങ്ങളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജായി ഒരു 90-95% എല്ലാ മലയാളി കുടുംബങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് ടൂൾസ് ഉണ്ടല്ലോ. ചുറ്റിക, സ്പാനർ, ടെസ്റ്റർ, സ്ക്രൂ ഡ്രൈവർ, എന്തോന്ന് മിസ്സായല്ലോ. പ്ലെയർ. കുറച്ചൊക്കെ ട്രെയിനിങ് കിട്ടി. ഇത് പ്ലെയർ അല്ല, അല്ലെങ്കിൽ കട്ടിംഗ് പ്ലെയർ അല്ല, ഇത് പ്ലെയേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലായ പോലും നമ്മൾ മലയാളികൾക്ക് ഇതിനെ പ്ലെയർ എന്ന് പറയാനാണ് കൂടുതൽ ഇഷ്ടം. അതിപ്പോ ഇന്ത്യൻ ക്ലോസറ്റ് മാത്രം ഉപയോഗിച്ച് പെട്ടെന്ന് 2-3 ദിവസമോ അല്ലെങ്കിൽ 1-2 ആഴ്ചയോ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് ഇന്ത്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും ഒരു സന്തോഷമുണ്ടല്ലോ. അത് തന്നെയാണ് ഇതിനെ പ്ലെയേഴ്സ് എന്ന് പഠിച്ചതിന് ശേഷം ഇത് വീണ്ടും പ്ലെയർ എന്ന് പറയുന്ന നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം. ഹോട്ടലിലെ വെയിറ്റർ സപ്ലയർ ആകുന്നു, ഫുട്ബോളിലെ കളിക്കാരൻ പ്ലെയർ ആകുന്നു, പ്ലെയേഴ്സ് പ്ലെയർ ആകുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്റ്റാർ പ്ലെയർ ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആദ്യത്തെ ഉച്ചാരണം ഇതാണ്. ഇത് സ്റ്റാർ പ്ലെയർ അല്ല, ഇതാണ് സ്റ്റേപ്ലർ. എനിക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിനെ സ്റ്റേപ്ലർ എന്ന് വിളിക്കാനായിട്ട്, പക്ഷേ അങ്ങനെ വിളിച്ചേ തീരൂ. കാരണം ഇവൻ സ്റ്റേപ്ലർ ആണ്, സ്റ്റാർ പ്ലെയർ അല്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ് മാറ്റിയെടുക്കാൻ. കാരണം പ്ലെയർ എന്നും സ്റ്റാർ പ്ലെയർ എന്നും വിളിച്ച് നമുക്ക് ശീലമായി. ഡിഫിക്കൽട്ട് ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ബുദ്ധിമുട്ടാണ്, പക്ഷേ മാറ്റാൻ പറ്റാത്തതല്ല. കാരണം സ്റ്റാറ്റസിനെ നമ്മളിപ്പോൾ സ്റ്റേറ്റസ് എന്ന് വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്, ശമ്പൂർണൻ 1. ഇനി ശമ്പൂർണൻ 2, സ്പ്രിംഗ്ലെയർ. നിങ്ങൾ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കുറെയൊക്കെ പേരുടെ വീട്ടിൽ ഉണ്ടായേക്കാം. സ്വന്തമായി വീടും സ്ഥലവും ഉണ്ടെങ്കിൽ, അവിടെ കൃഷി ഉണ്ടെങ്കിൽ, എല്ലായിടത്തേക്കും വെള്ളം എത്തിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സ്പ്രിംഗ്ലെയർ. ഓക്കെ, അതിന്റെ ശരിയായ ഉച്ചാരണം സ്പ്രിംഗ്ലെയർ എന്നല്ല. കാരണം സപ്ലയർ, പ്ലെയർ, കട്ടിംഗ് പ്ലെയർ ഈ പാറ്റേൺ അല്ല ഈ ഒരു വാക്കിന് ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേപ്ലർ എന്ന് പറഞ്ഞ അതേ പാറ്റേൺ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവത്തിന് പറയുന്നതാണ് സ്പ്രിംഗ്ലർ. ഞാൻ ഇന്ന് പറഞ്ഞു തന്ന ഈ വാക്കുകളെല്ലാം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അറിയാമായിരുന്നവരുണ്ടെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ഇറ്റ്. ഇത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതല്ല മറിച്ച് ഇതെല്ലാം തെറ്റായി ഉച്ചരിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു നിങ്ങളെങ്കിൽ ഇനി ഇതെല്ലാം മാറ്റാനുള്ള സമയമാണ്. പ്ലയേഴ്സ്, സ്റ്റേപ്ലർ, സ്പ്രിംഗ്ലർ ആൻഡ് സ്റ്റേറ്റസ്. ഈ വാക്കുകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും അതെന്നെ കമന്റിലൂടെ അറിയിക്കുക. അടുത്ത റിവ്യൂവിൽ കാണുന്നവരെ ബൈ.